ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വളരെ മനോഹരമായൊരു ഗീതമാണ്. മനോഹരം യാഹേ നിന്റെ ആലയം, എന്തൊരാനന്ദം തവ പ്രകാരങ്ങളിൽ. സാധാരണ പ്രഭാതത്തിലൊക്കെ പാടാറുള്ളതായൊരു ഗീതം. ഈ ഗീതത്തിൻ്റെ പശ്ചാത്തലം അല്ലെങ്കിൽ ഇതിന് കാരണമായിട്ടുള്ളത് 84-ാമത്തെ സങ്കീർത്തനമാണ്. ആ സങ്കീർത്തനമാണ് ഈ ഗീതമായിട്ട് എല്ലാ പാർട്ടും വരുന്നില്ലെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം ചരണങ്ങളായിട്ട് അവിടെ വരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അത് നമ്മൾ ഇന്ന് 84-ാമത്തെ സങ്കീർത്തനത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. വളരെ മനോഹരമായൊരു സങ്കീർത്തനം, വളരെ ജനപ്രീതിയുള്ള സങ്കീർത്തനം 23 അനുതാപത്തിൻ്റെ ഉത്തുംഗ മാതൃക അല്ലെങ്കിൽ മനോഹരമായൊരു ഇതെന്ന് പറയുന്ന 51 അങ്ങനെ പല സങ്കീർത്തനത്തെക്കുറിച്ച് വിശേഷണങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ സമാധാന സങ്കീർത്തനത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളതാണ് 84-ാം സങ്കീർത്തനം എന്ന് പറയുന്നത്. ഇത് കോരഹ പുത്രന്മാരുടെ ഒരു സങ്കീർത്തനം എന്ന് പറയുന്നത്. ഈ കോരഹ എന്ന് പറയുന്ന വ്യക്തി അസമാധാനം ഉണ്ടാക്കുന്ന വ്യക്തിയായിരുന്നു, ഇടർച്ച ഉണ്ടാക്കുന്ന വ്യക്തിയായിരുന്നു. മരുഭൂമി യാത്രയിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. കോരഹിൻ്റെ നേതൃത്വത്തിൽ 250 സംഘപ്രമാണികളൊക്കെ ചേർന്ന് മോശയ്ക്കും അഹ്റോനും വിരോധമായിട്ട് അവർ എതിരാകുന്നുണ്ട്. അവരെ കല്ലെറിയാനും അവരെ ആക്ഷേപിക്കാനും ഞങ്ങൾക്ക് എന്തിനാ കൊണ്ടുവന്നതെന്നൊക്കെ ചോദിക്കാനും പരാതി പറയാനും ഒക്കെ. അവസാനം അവരെ ഭൂമി പിളർന്നവരെ നശിപ്പിക്കുന്നുണ്ട്. മറ്റുള്ളവർക്ക് ലഭിക്കാത്ത ഒരു അസ്വാഭാവിക മരണം സംഭവിച്ചാൽ മോശയെയും അഹ്റോനെയും തിരഞ്ഞെടുത്ത ദൈവമാണ്, ദൈവം തെളിയിക്കണമേ എന്നുള്ള മോശയുടെ പ്രാർത്ഥന കേട്ട് ദൈവം അങ്ങനെ ചെയ്യുന്നുണ്ട്. അവരുടെ കൂടാരങ്ങൾ മാറിപ്പോകാൻ എല്ലാവരോടും പറഞ്ഞു. അവരെ മാത്രം ഭൂമി പിളർന്ന് വിഴുങ്ങിക്കളഞ്ഞു എന്നാണ് തിരുവെഴുത്ത് പറയുന്നത്. കാരണം അവർ ഇടർച്ച വരുത്തുകയാണ്. എപ്പോഴും നമ്മൾ ചിന്തിക്കണം, ഒരു സ്ഥലങ്ങളിലും ഒന്നിലും നമ്മൾ ഇടർച്ച വരുത്തുന്നവരല്ല ദൈവമക്കളെന്ന് പറയുന്നത്. നീതിക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലുമൊക്കെ ന്യായങ്ങൾ പറയുന്നതിലല്ല അത് പറയുന്നത്. എന്നാൽ എവിടെ ചെന്നാലും ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരുണ്ട്. ഇടർച്ച വരുത്തുന്നവർക്ക് അയ്യോ കഷ്ടം. ഇടർച്ച വരുത്തുന്നവന് അയ്യോ കഷ്ടം. അവനെ തിരികളിൽ കെട്ടിത്തൂക്കി കടലിൻ്റെ ആഴത്തിലിട്ട് കളയും നല്ലതെന്ന് തിരുവെഴുത്ത് പറയും. കർത്താവ് തന്നെ പറഞ്ഞാണത്. കാരണം എന്താണ്? ഇടർച്ച വരുത്തുക, എന്തെങ്കിലും പ്രശ്നം എവിടെ ചെന്നാലും പ്രശ്നമുണ്ടാക്കുക. അങ്ങനെ വ്യക്തികളുണ്ട്, സമൂഹങ്ങളുണ്ട്. ഇന്നിപ്പോൾ ചില റിലീജിയസ് ബിലീവേഴ്സ്, അങ്ങനെ മതത്തിൽ വിശ്വസിക്കുന്നവരുണ്ട്. എവിടെ ചെന്നാലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരുണ്ട്. തീർച്ചയായിട്ടും ദൈവം പറയുന്ന പോലെ സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. നമ്മൾ പീസ് മേക്കേഴ്സാണെന്ന് പറയും. എവിടെ വിഭാഗിതകളുണ്ട്, അവിടെ നമ്മളൊരു ആശ്വാസമായി സമാധാനത്തിന് മക്കളായിട്ട് ജീവിക്കാനാണ് ദൈവം നമ്മൾ വിളിച്ചത്. ഇപ്പോൾ ഈ ഹെഡിങ്ങിൽ തന്നെ പറയുകയാണ് കോരഹ പുത്രന്മാരോട് സങ്കീർത്തനം. കോരഹിൻ്റെ പുത്രന്മാർ ആ അപ്പൻ്റെ തെറ്റായ ലൈഫിനെ അവർ സ്വീകരിച്ചില്ല, അവർ മാറി നിന്നു. അതുകൊണ്ട് അവർക്ക് കൂടെ നശിക്കാതിരുന്നു, മറ്റുള്ളവരോട് കൂടെ നശിക്കാതിരുന്നു. കോരഹിനോടും അവൻ്റെ കൂട്ടാളികൾ, അവരുടെ ആ റിബല്യസ് ആയിരുന്ന ആ ഒരു ഗ്യാങ് എന്ന് വേണമെങ്കിൽ പറയാതെ അതിനോടുകൂടെ നശിക്കാതിരുന്നു, രക്ഷപ്പെട്ടു. ഈ കോരഹപുത്രൻ എന്ത് ചെയ്തു? ദൈവത്തോട് അവരെടുക്കുകയാണ്. അതുകൊണ്ട് ഏത് വിരുദ്ധ സാഹചര്യത്തിൽ നമ്മൾ നന്മയുടെ പാതകൾ സ്വീകരിക്കണം. സ്വീകരിക്കേണ്ടത് മാത്രമേ നമ്മൾ മറ്റുള്ളവരും സ്വീകരിക്കാം. അവരാരായാലും ശരി, ശ്രേഷ്ഠരായ ജനനായകന്മാരായിരിക്കാം, വിശ്രുതരായവരായിരിക്കാം, അവർ തെറ്റ് നമ്മൾ ഒരിക്കലും അനുകരിക്കരുത്. നന്മ മാത്രം നമ്മൾ അനുകരിക്കാനായിട്ട് സ്വീകരിക്കുക. ഇവിടെ കോരഹപുത്രന്മാരുടെ സങ്കീർത്തനമാണെങ്കിലും ചിലരൊക്കെ പറയും, ചില പണ്ഡിതന്മാരൊക്കെ പറയുന്നത് ദാവീദിൻ്റെ സങ്കീർത്തനത്തിൻ്റെ ഒരു സുഗന്ധം ഉണ്ടെന്ന് പറയും. ഈ 84-ഉം 85-ഉം ഒക്കെ ഈ കോരഹപുത്രന്മാരുടെ സങ്കീർത്തനമാണെങ്കിൽ 86-ൽ ദാവീദിൻ്റെ ഒരു പ്രാർത്ഥന എന്ന് പറഞ്ഞ് ഇടയ്ക്ക് വരുന്നുണ്ട്. എന്തുമാകട്ടെ, ഇത് കോരഹപുത്രന്മാരുടെ തന്നെ ആയിരിക്കാം. കാരണം അതിൻ്റെ വിവരണങ്ങൾ കേൾക്കുമ്പോൾ, കാരണം അവർക്ക് പിന്നീട് ദൈവത്തോട് ചേർന്ന് നിൽക്കുവാനും ഈ ആലയത്തിലെ ആരാധനയ്ക്കുമെല്ലാം അവർക്ക് ഭാഗ്യം കിട്ടിയെന്നാണ് പറയുന്നത്. അപ്പോൾ അതിനോട് ചേർത്ത് അവരുടെ നന്ദി നിറഞ്ഞ സങ്കീർത്തനമാണിത്. സമാധാനത്തിൻ്റെ, ആശ്വാസത്തിൻ്റെ ഗീതമാണ് ഇത് 84 എന്ന് പറയുന്നത്. മിക്കവാറും എല്ലാവരും വായിക്കുകയും മനസ്സിലിങ്ങനെ തട്ടി നിൽക്കുന്നതുമാണ് ഇതിൽ വാക്യങ്ങൾ എന്നൊക്കെ പറയുന്നത്. നമുക്കതിൽ 12 വാക്യങ്ങളുണ്ട്. മുഴുവനും ചിന്തിക്കാൻ സാധിക്കത്തില്ലെങ്കിൽ നമുക്ക് സാധിക്കുന്നിടത്തോളം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ നമ്മളെ നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. തുടങ്ങുന്നത് തന്നെ സൈന്യങ്ങളുടെ യഹോവയെ, തിരുനിവാസം എത്ര മനോഹരം, പരിശുദ്ധനായ ദൈവമേ എന്നൊക്കെ ഓരോന്ന് പറയാം. അഭിസംബോധന ചെയ്യുമ്പോൾ തന്നെ ഇവിടെ സൈന്യങ്ങളുടെ ദൈവമേ എന്നാണ് ഇവിടെ പറയുന്നത്, അല്ലേ? സൈന്യങ്ങളുടെ ദൈവം, ലോർഡ് ഓഫ് ഹോസ്റ്റ്.
സൈന്യങ്ങളുടെ ദൈവം, അത് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നൊരു ദൈവം, ശക്തനായവൻ, സർവശക്തൻ, സർവ സൈന്യാധിപൻ എന്നൊക്കെ പറയാം, സർവാധീശനായ ദൈവം. അപ്പോൾ ആ വിവരണത്തിൽ തന്നെ ദൈവത്തിൻ്റെ ബലത്തെ അവിടെ കാണുന്നത്. തിരുനിവാസം എത്ര മനോഹരം. ആ ദൈവം വസിക്കുന്ന ദേവാലയത്തെക്കുറിച്ചുള്ളതാണ്. ഞാൻ ഇതിനെക്കുറിച്ച് ഹെഡിങ് എഴുതുമ്പോൾ ആലയം ആരാധന എന്ന് പറയും. ആലയം ആരാധന. ഇവിടെ തിരുനിവാസത്തെക്കുറിച്ച് ഡ്വെല്ലിംഗ് പ്ലേസ് എന്ന് പറയുമ്പോൾ പഴയ നിയമ കൺസെപ്റ്റാണ് ഈ ദേവാലയത്തിലെ ദൈവം വസിക്കുന്നത്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കൂടി വരുമ്പോഴുള്ള പ്രത്യേകതയുള്ളൂ, അല്ലാതെ ഏതെങ്കിലും സ്ഥലത്തിൻ്റെ പ്രത്യേകതയായിട്ട് തിരുവനൊന്നും പറയുന്നില്ല. കാരണം പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യെരൂശലേം ദേവാലയത്തിലല്ല പിന്നെ ആരാധന കേന്ദ്രീകൃതമായിരുന്നത്. അവർ ചെല്ലുന്ന സ്ഥലങ്ങളിലൊക്കെ, ഓരോ സ്ഥലങ്ങളിലേക്ക് ചെന്ന് അവിടെ 2-3 പേര് എൻ്റെ നാമത്തിൽ കൂടി വരുന്നതിൻ്റെ നടുവിൽ ഞാനുണ്ട് എന്ന് പറഞ്ഞു. ആ കൂടിവരവുകൾക്ക് വേണ്ടി ചില സ്ഥലങ്ങൾ നമ്മൾ ഒരുക്കുന്നു, ദേവാലയങ്ങളായിട്ടൊക്കെ നമ്മൾ ചിത്രീകരിക്കുന്നു. അല്ലാതെ അതിന് സവിശേഷതയുള്ള, കൂടി വരുന്നത് കൊണ്ടാണ് സവിശേഷത. അത് യെരൂശലേം ദേവാലയത്തിൻ്റേത് വ്യത്യസ്തമായിരുന്നു അതിൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. കാരണം ദൈവം അവിടെ വസിക്കുന്ന ഒരു അനുഭവമായിരുന്നു ദൈവത്തിൻ്റെ ആലയം അവിടെ വീക്ഷിച്ചിരുന്നത്. അതിൻ്റെ ദൈവം ചില ഉറപ്പുകളൊക്കെ കൊടുക്കുന്നുണ്ട് ശലോമോൻ ആ ദേവാലയ നിർമ്മിതിയുടെ സമയത്തൊക്കെ. അതുപോലെ സമാഗമന കൂടാരത്തിലൊക്കെ ദൈവ സാന്നിധ്യമൊക്കെ ഇറങ്ങി വരുന്നതൊക്കെ. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അങ്ങനെ ഒരു ദേവാലയം ഇല്ല. ഇന്ന് യെരൂശലേം ദേവാലയം ഇല്ലല്ലോ. അപ്പോൾ അവർ സിനഗോഗുകളിലും ചെന്ന ഇടത്തും എല്ലാം പുഴവക്കത്തും എവിടെയാണോ അവർ കൂടെ അവിടെ എല്ലാമാണ് അവർ ആരാധനയും പ്രാർത്ഥനകളൊക്കെ. ആദ്യം പിതാക്കന്മാരെക്കുറിച്ച് പറയുമ്പോൾ കാടുകളിലും മലകളിലും കുഴന്നാണ്, അവിടെയൊക്കെയാണ് അവർ കൂടി വരുന്നതും പ്രാർത്ഥനകളും ഒക്കെ നടത്തിക്കൊണ്ടിരുന്നത്. ഗുഹകളിലൊക്കെ ബലി അർപ്പിച്ചിരുന്നവരെ മരത്തിൻ്റെ പൊത്തുകളിലുമൊക്കെ യാഗാർപ്പണം നടത്തിയിരുന്നവരൊക്കെ എന്ന് പറയുക കുർബാന, ഈ തിരുവത്താഴം എന്നൊക്കെ പറയുന്ന കുർബാനയൊക്കെ അർപ്പിച്ചിരുന്ന ചരിത്രങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ വേറെവർ എവിടെയാണോ നമ്മൾ കൂടി വരുന്നത് അവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യം 2-3 പേര്. ഇവിടെ പറയുക, എൻ്റെ ഉള്ളം ദേഹോടെ പ്രാകാരങ്ങൾ വാഞ്ചിച്ച് മോഹിച്ചു പോകുന്നു, എൻ്റെ ഹൃദയവും എൻ്റെ മാംസവും ജീവനുള്ള ദൈവത്തെ നോക്കി ഘോഷിക്കുന്നു. ആലയത്തിലേക്ക് പോകാനുള്ള വാഞ്ചയാണ് 42-43 സംഖ്യയിൽ നമ്മൾ കാണുന്നത്. ഇവിടെ ആലയത്തിൽ ചെന്നിട്ടുള്ളതായ ആ ഒരു ദാഹത്തിന് വേണ്ടി അല്ലേ, അത് കണ്ടുകൊണ്ട് പറയുന്നതാണത്. എൻ്റെ ഹൃദയവും എൻ്റെ മാംസവും ജീവനുള്ള ദൈവത്തെ നോക്കി ഘോഷിക്കുന്നു. ഈ ജീവനുള്ള ദൈവത്തെ നോക്കി ഘോഷിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു വിവരണം എന്ന് പറയുന്നത്, ഈ ചില ഇതിനൊക്കെ മത്സരങ്ങൾക്കൊക്കെ ചെല്ലുമ്പോൾ അവരാദ്യം ചേർന്ന് നിന്നിട്ട് ഒരു ഷൗട്ട് ചെയ്യും, ഒരു എന്തൊക്കെയോ ഇങ്ങനെ ചെയ്തിട്ട് അവർ ഷൗട്ട് ചെയ്യും, ഓർപ്പോ ഇങ്ങനെയൊക്കെ. അത് കഴിഞ്ഞിട്ട് ജയത്തിന് ശേഷം മറ്റൊരു ഘോഷമുണ്ട്, മറ്റൊരു ആർപ്പുണ്ട്. മറ്റൊരു ഘോഷമുണ്ട്, ജയഘോഷമുണ്ട്. അത് വ്യത്യസ്തമാണത്. ഈ മത്സരത്തിന് മുമ്പ് അല്ലെങ്കിൽ ഈ ഒരു ഇതിന് മുമ്പ് അവർ ഒരുമിച്ച് ചേർന്ന് എന്തൊക്കെയോ വാക്കുകൾ ഇങ്ങനെ ആവർത്തിച്ച് ചൊല്ലുന്നതും അത് അവർ ഓരോരുത്തരും അവരുടെ സ്ലോഗനായിരിക്കാം, എന്തും ആയിക്കോട്ടെ, അതവർ ചൊല്ലും. അങ്ങനെ ചൊല്ലി അവർ ബലപ്പെട്ടിട്ട് അവർ കളിക്കോ അല്ലെങ്കിൽ ആ പ്രവർത്തിക്കോ ഇറങ്ങിയിട്ട് അത് ജയം വരിച്ചതിന് ശേഷം അവർ ചൊല്ലുന്ന വേറെ ഒരു ഘോഷമുണ്ട്. അതാണ് ജയത്തിൻ്റെ ആർപ്പ് എന്ന് പറയുന്നത്. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഇത് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. ഇവിടെ നമ്മൾ കാണുകയാണ്, സൈന്യങ്ങളിലെ യഹോവയെ തിരുനിവാസം എത്ര മനോഹരം, എൻ്റെയുള്ള യഹോവയുടെ പ്രാകാരങ്ങളെ വാഞ്ചിച്ച് മോഹിച്ചു പോകുന്നു, എൻ്റെ ഹൃദയവും എൻ്റെ മാംസവും ജീവനുള്ള ദൈവത്തെ നോക്കി ഘോഷിക്കുന്നു. ശരിക്ക് ഹൃദയവും മനസ്സും അല്ലെങ്കിൽ ശരീരവും എല്ലാം ചേർന്നതാണ് ആരാധന എന്ന് പറയുന്നത്. അവർ അടുത്ത് വന്ന് അതരം കൊണ്ട് തന്നെ ബഹുമാനിക്കുന്നുവെങ്കിലും അവരുടെ ഹൃദയമെങ്കിലും ദൂരത്ത് വെച്ചിരിക്കുന്ന യശയ്യാപ്രവാചകന്റെ പുസ്തകം 29-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അടുത്ത് വന്ന് ഒരു വായു കൊണ്ടൊക്കെ ദൈവത്തെ സ്തുതിക്കുന്നുണ്ട്, പുകഴ്ത്തുന്നുണ്ട്. പക്ഷേ ഹൃദയമെങ്കിലല്ല, ഹൃദയം ദൂരത്താണ്. ഒരു കഥ കേട്ടിട്ടുണ്ടായിരിക്കും, ഇത് ഈ കുരങ്ങൻ്റെ കഥയാണ്. ഇതാണെങ്കിൽ അതിനകത്ത് ഒരു സന്ദേശം അതിനകത്തുണ്ട്. അതായത് ഒരു മുതലയുടെ ഭാര്യയ്ക്ക് ഒരു കുരങ്ങിൻ്റെ കരൾ തിന്നണമെന്ന്, ഹൃദയം തിന്നണമെന്ന് കൊതിയാകുക. അപ്പോൾ അതിനുവേണ്ടി ഒരു സ്നേഹിതനുണ്ടായിരുന്നു. ഈ മുതലയ്ക്ക് ഏറ്റവും സ്നേഹിക്കുന്ന ഒരു കുരങ്ങനുണ്ടായിരുന്നു. അപ്പോൾ ഈ കുരങ്ങനെ ചെന്നിട്ട് വിളിച്ചുകൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുപോവുക, നദിയിൽ കൂടെ കൊണ്ടുപോവുക. പുഴയുടെ നടുക്കെത്തിയപ്പോഴാണ്, നടുക്കെത്തിയപ്പോൾ ഈ മുതല തൻ്റെ ആഗ്രഹം അറിയിക്കുക, എങ്ങനെയാണ്, അപ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് ഇങ്ങനെ കുരങ്ങിൻ്റെ ഹൃദയം കഴിക്കണമെന്ന് ആഗ്രഹമാണ്, അതുകൊണ്ടാണ് നിന്നെ ഇപ്പോൾ കൊണ്ടുപോകുന്നത്, നീ അതിന് വേദനിക്കത്തിരുന്നില്ലല്ലോ എന്നൊക്കെ അങ്ങനെ പറയുകയാണ്. ഉടനെ കുരങ്ങിന് അപകടം മനസ്സിലായി.
ഉടനെ കുരങ്ങൻ പറഞ്ഞു, അയ്യോ നീ തന്നെ നേരത്തെ പറയാതിരുന്നേ, എൻ്റെ ഹൃദയം ഞാൻ അവിടെ മരത്തി വെച്ചിരിക്കുക, അയ്യോ അതിൽ ഞാൻ എടുത്തുകൊണ്ട് വരത്തില്ലായിരുന്നു, നീ എന്താ പറയാതിരുന്നെന്ന് പറയാണ്. ഉടനെ മുതൽ പറഞ്ഞു, അയ്യോ അങ്ങനെയാണോ, നാം തിരിച്ചെടുത്തുകൊണ്ട് വരാമോ, എന്നാൽ നീ തിരിച്ചുകൂടി ഞാൻ എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ചെല്ലുകയും മരത്തിലേക്ക് കുരങ്ങൻ ചാടിക്കയറുകയും തൻ്റെ ജീവനെ രക്ഷിക്കുകയും ചെയ്യുന്നതാണ് ആ കഥയെന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഹൃദയം മരത്തിൽ വെച്ചിരിക്കുന്നതാണ് പറയുന്നത്. അത് സദൃശമായിട്ട് നമ്മൾ പറയുന്നതാണ്. അതാണ് അത് ഹൃദയം പലയിടത്തും. ഇപ്പോൾ ഹൃദയം വീട്ടിൽ വെച്ചിട്ട് പോയാൽ പിന്നെ ഡെഡ് ബോഡിയാണ് അവിടെ പോകുന്നതെന്ന് പറയുന്നത്. അതിനൊന്നും ആസ്വദിക്കാൻ പറ്റുകയില്ല. പല പ്രശ്നങ്ങളാൽ മനസ്സ് കലങ്ങി പോയിട്ട് നമ്മൾ എന്തെങ്കിലും ആസ്വദിക്കാൻ പറ്റുകയില്ല, ഒന്നിനും നമുക്ക് ഇൻവോൾവ് ആകാൻ പറ്റത്തില്ല. നമ്മളതിലൊന്നും നമ്മൾ ഭാഗവക്കാകുകയില്ല, നമ്മുടെ മനസ്സൊക്കെ വേറെ സ്ഥലത്തായിരിക്കും. അപ്പോൾ അത് പല കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ആരാധനയെന്ന് പറയുമ്പോൾ മനസ്സും ഹൃദയവും മാംസവും എല്ലാം ഒരുമിച്ച് അർപ്പണം ചെയ്തുകൊണ്ട് സമ്പൂർണ്ണമായി ദേഹത്തെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നതാണ് ആരാധന എന്ന് പറയുന്നത്. ഇവിടെ തുടർന്ന് പറയുകയാണ്, കുരികിലൊരു വീടും മീവൽ പക്ഷി കുഞ്ഞുങ്ങൾക്കൊരു കൂടും കണ്ടെത്തിയിരിക്കുന്നു. എൻ്റെ രാജാവും എൻ്റെ ദൈവമായ സൈന്യങ്ങളെ യഹോവേ, നിൻ്റെ യാഗപീഠങ്ങളെ തന്നെ. നിൻ്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ നിന്നെ നിത്യം സ്തുതിച്ചു കൊണ്ടിരിക്കും. ഇവിടെ കുരികിൽ ഒരു വീടും മീവൽ പക്ഷി ഒരു കുഞ്ഞുങ്ങൾക്ക് കൂടും കണ്ടെത്തിയിരിക്കുന്നു. ഇപ്പം നമ്മൾ കേരളത്തിലൊക്കെ നോക്കുകയാണെങ്കിൽ പള്ളികളിലൊക്കെ പ്രാവുകളാണ് ഇത് കൂട് വയ്ക്കുന്നത്. പള്ളികൾ, അമ്പലം, അങ്ങനെയൊക്കെ ക്ഷേത്രങ്ങൾ, അങ്ങനെ പരിസരങ്ങളിലൊക്കെ. ഉത്തരേന്ത്യയിലൊക്കെ കുരികിലുകളാണ് കൂട് കെട്ടുക എന്ന് പറഞ്ഞാൽ യെരുശലേം ദേവാലയത്തിൽ ഈ കുരികിലാണ്, മീവൽ പക്ഷിയാണ് അവരുടെ ആശ്വാസ പ്രതീകമായി അവർ ഗണിച്ചു പോകുന്ന ഒരു പക്ഷി എന്ന് പറയുന്നത്. അതിൻ്റെ പേര് തന്നെ സ്വാലോ എന്ന് പറയുന്നത്, അത് തന്നെ ശാന്തിയെ കുറിക്കുന്നതാണെന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ചിത്രമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. അത് അവിടെ കൂട് വയ്ക്കുകയാണ് ദേവാലയത്തിൽ. അപ്പോൾ അവരുടെ അത് ഭക്തം കണ്ടിട്ട് ഓർക്കും, ഇപ്പോഴും ഈ ദേവാലയത്തിൽ കൂട് വയ്ക്കുന്ന ഈ കിളി എത്ര ഭാഗ്യാവസ്ഥയാണ്. ദൈവത്തോട് ചേർന്നിരിക്കുന്ന അനുഭവത്തിൻ്റെ ഭാഗ്യാവസ്ഥ അതിൻ്റെ വർണ്ണനം എന്ന് പറയുന്നത്. നമ്മൾ അറിയുന്നില്ല, ദൈവത്തോടു കൂടെയുള്ള ജീവിതം മനോഹരമാണ്. അതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. സർവശക്തനായ ദൈവത്തോടു കൂടെ ഈ കർത്താവ് യേശുക്രിസ്തു നാമം തന്നെ അതിൽ ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ, അതാണ് ഏറ്റവും സവിശേഷമായത്. അതിൻ്റെ മധുരം, അതിൻ്റെ ആനന്ദം, അതിൻ്റെ അനുഗ്രഹം, അതെല്ലാം ഓർത്തുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, ദൈവമേ നിൻ്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ നിന്നെ നിത്യം സ്തുതിച്ചുകൊണ്ടിരിക്കും. അത് നമ്മൾ ചിന്തിക്കുക, നമ്മുടെ ആലയത്തിൽ നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരവും ദൈവത്തിൻ്റെ ആത്മാവും നിങ്ങളിൽ വസിക്കുന്നവർ അറിയുന്നില്ല. അനേകർ അറിയുന്നില്ല, കണ്ടെത്തിയിട്ടില്ല ഇതുവരെ നമ്മളാണ് ദൈവത്തിൻ്റെ മന്ദിരമെന്ന്, നമ്മളാണ് ദൈവത്തിൻ്റെ ആലയമെന്ന്. നമ്മളിൽ, ഇൻ മീ, എൻ്റെ ഹൃദയത്തിലാണ് ദൈവം വസിക്കുന്നത്. എൻ്റെ ഹൃദയമാണ് ദൈവത്തിൻ്റെ അൾത്താര. എൻ്റെ ഹൃദയത്തിലാണ് ദൈവം വസിക്കേണ്ടത്. വിശ്വാസത്താൽ നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിന് വരം നൽകണമെന്ന് പൗലോസ് പ്രാർത്ഥിക്കുക. അതുകൊണ്ട് നമ്മുടെ ഹൃദയവും മനസ്സും എല്ലാം നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവേ, നീ എന്നിൽ വാണരുളണമേ, എന്നിൽ വാഴണമേ. മനോഹരമായ അനുഭവം, അത് എത്ര മനോഹരം, അത് ഭാഗ്യാവസ്ഥയാണെന്നാണ് പറയുന്നത്. ആ ഭാഗ്യാവസ്ഥയ്ക്കായിട്ട് നമുക്ക് സമർപ്പിക്കാം. തുടർന്ന് നമുക്ക് പിന്നീട് അത് ബാക്കി വരെ നമുക്ക് ചിന്തിക്കാം. ദൈവത്തിൽ ആശ്രയിക്കുന്നു. ദൈവ സാമീപ്യത്തിനും സൗരഭ്യത്തിനും എല്ലാറ്റിനായി നമുക്ക് ദൈവത്തെ സ്തോത്രം ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, ഒരു പ്രഭാതം കൊണ്ട് തന്നതിനായി സ്തുതിക്കുന്നപ്പോൾ ഞങ്ങളുടെ മനസ്സും ഹൃദയവും ചിന്തയും ബോധങ്ങളും വിചാരങ്ങളും എല്ലാം നിങ്ങളിലേക്ക് സമർപ്പിക്കട്ടെ. പരിപൂർണമായി, സമ്പൂർണ്ണമായി, പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ബലത്തോടും കൂടെ നിന്നെ സ്നേഹിക്കണമെന്നുള്ള കൽപ്പന പോലെ ഞങ്ങൾ നിന്നെ പൂർണ്ണമായി സ്നേഹിപ്പാൻ ഞങ്ങളുടെ മനസ്സും ഹൃദയവും എല്ലാം ഞങ്ങൾ വിട്ടുതരുന്ന കർത്താവേ, അവിടുന്ന് ഞങ്ങളിൽ വാണരുളണമേ. വിശ്വാസത്താൽ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണമേ. എമോസിലേക്ക് വിശിഷ്ടന്മാരോട് അവിടെ സംസാരിച്ചപ്പോൾ അവിടെ ഹൃദയവൃത്തികളെ തിരിച്ചപ്പോൾ അവിടെ ഹൃദയം കത്തിക്കൊണ്ട് ഞങ്ങൾ വായിക്കുന്നു. നിൻ്റെ സ്നേഹത്താൽ ഞങ്ങളുടെ ഹൃദയത്തെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ജീവിതങ്ങളോട് ധന്യമാക്കണമേ. തുടർന്നും അവിടുത്തെ ഹിതം ഞങ്ങളിൽ നിർവഹിക്കപ്പെടണം. എല്ലാം നന്മകളെ നിറയ്ക്കണമേ. മഹത്വം മാത്രം എടുക്കണം. പിതാവിൻ്റെ ദൈവത്തിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ. ആമേൻ.